ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗെയിമിംഗ് ഇതെന്ന് പറയാം, എന്ന് വെച്ചാൽ ഗെയിമിംഗ് ഒരു റേസ് ഗെയിം എന്ന് പറയാം. അപ്പോൾ അത് നടത്താൻ പോകണം. ഇപ്പം നമ്മൾ 7-4 കളി ജയിച്ചിരുന്നു. ഇനി നമുക്ക് വേറൊരു കളിയുണ്ട് 4. ഞാൻ കളിച്ചിട്ടില്ല, ആ കളിയും കൂടി കളിക്കണം. നിങ്ങൾക്ക് വലത്തെ സൈഡിൽ കാണാം 7-4 അങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അത് ജയിക്കണം. നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കളി വീഡിയോയിലേക്ക് നേരെ പോകാം. സൗണ്ട് കുറച്ച് കൂടുതലല്ലേ? ഇപ്പൊ എന്റെ സൗണ്ട് ഇതിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? എന്റെ സൗണ്ട് കേൾക്കാവോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ 4 ഗെയിംസ് കംപ്ലീറ്റഡ് ആയിരുന്നു. ഇനി എനിക്ക് ഈ ഗെയിം ഒക്കെ കളിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഇരുന്ന വണ്ടി തോറ്റ് ലാസ്റ്റ് ഇരുന്ന വണ്ടി ജയിക്കും. നമ്മുടെ വണ്ടി ഇതാണോ? അപ്പം സ്റ്റാർട്ട് ചെയ്തു. അല്ല, ഗെയിം സ്റ്റാർട്ട് ചെയ്തു. വണ്ടി നമ്മള് ബൂസ്റ്റ് ഒക്കെ ഇട്ട് പോവാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അവന്മാർ കേറ്റിടുന്നില്ലെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് ലാസ്റ്റ് കളി വരെ നോക്കണം. നമ്മള് തോക്കാൻ വരെ ചാൻസ് ഉണ്ട്, പക്ഷെ നമ്മളെ തോൽവി എന്നല്ല വിജയം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെ നമ്മൾ വരും. വണ്ടി അവിടെ ഇവിടെയൊക്കെ ഇടിക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് മൈൻഡ് ആക്കണ്ട. നേരെ വണ്ടിയായിട്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് 4 റൗണ്ട്സ് ഉണ്ട്. 4 തവണ ഇത് നമ്മൾ ചുറ്റണം. വരത്തും കയറി പോകുന്നു ഗൈസ്. അവനെ നമ്മൾ കയറ്റി വിടൂല, അതിന് മുന്നേ നമ്മളെ ബ്ലോക്ക് ചെയ്യും. ഈ വളവ് സീന ഗൈസ്. എനിക്ക് വണ്ടി അങ്ങ് വളഞ്ഞങ്ങ് പോകും. തേണ്ട കേസ് 2 പോന്മാരും എന്റെ ഫ്രണ്ടിൽ കയറാൻ നോക്കും. കഴിഞ്ഞാൽ അവൻ അയ്യോ വണ്ടി പോകുന്ന കൺട്രോൾ ചെയ്ത് പോയെ. വണ്ടി കഴിഞ്ഞ് പോയെ ഗൈസ്. ഇപ്പൊ ഞാൻ ഏറ്റവും ലാസ്റ്റ് സാധനം മാപ്പ് തരാൻ ഇനി കുറച്ച് ടൈമും കൂടി, അല്ല കുറച്ച് നേരം കൂടി എങ്ങനെങ്കിലും തേടിങ്കിലും പിടിക്കണം ഗൈസ്. പോന്ന മഞ്ഞക്കാരനെ പിടിച്ചു ഞാൻ. അവിടെ അന്നേരം ഇവനൊക്കെ ഗൈസ് ഇനി കുറച്ച് ഇതും കൂടെ ഉള്ളു. മിക്കവാറും ഞാൻ തോക്കാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. അപ്പൊ ഞാൻ വീണ്ടും എന്റെ പറ്റുന്നത്ര ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ഗൈസ്. അട്ടപടിയാവുന്നില്ല. എന്ത് പറ്റും ഗൈസ്? ലാസ്റ്റ് നിമിഷം ഒരു ബൂസ്റ്റിംഗ് ഇട്ടൊരു കയറ്റമുണ്ട്. ഗൈസ് ഇനി കുറച്ച് ടൈം കൂടി. നിങ്ങൾ ഫിനിഷ് ലൈൻ കണ്ടോ? ഡോറാബുജി ജയിക്കുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? എങ്ങനെയുണ്ട് എന്റെ സൂപ്പർ ചാട്ടം? ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോണം. ഗൈസ് അമ്മമാര് ബൂസ്റ്റ് ഇടുകൊണ്ടോ? ഈ കാറിന് ബൂസ്റ്റ് ഇടുന്നു ഗൈസ്. ഇതിന്റെ അകത്തോടെ കൈ കേറുന്നതും ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ. അങ്ങനെ നമ്മൾ 3ാം സ്ഥാനം പിടിച്ചു ഗൈസ്. മറ്റേ വണ്ടി ഡൗൺ, ആ വണ്ടി പോയോട്ടോ. ഇനി സെക്കൻഡ് സ്ഥാനം നമുക്ക് പിടിക്കണം. പിന്നെ ഫസ്റ്റ് ഇപ്പം ഇനി 2ാമത്തെ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇനി ഫസ്റ്റ് മേടിച്ചോണ്ട് ഞാൻ നിൽക്കും. പക്ഷെ ആ വളവ് എത്തുമ്പോ നമുക്ക് പോകും ഗൈസ്. കൈ കൺട്രോൾ കിട്ടുന്നില്ല. പിന്നെ ഇത് ഞാൻ വിചാരിക്കുന്ന പോലത്തെ കളിയല്ലല്ലോ. വല്ല ശരിക്കും വല്ലതും ഓടിക്കഴിഞ്ഞ് ഞാനിപ്പം വല്ല മാട്ടയിലോ പറമ്പിലോ കയറുന്നേ. ഇത് ഗെയിം ആയതുകൊണ്ട് പിന്നെ നന്നായി. തോറ്റാത്ത തന്നെ പിന്നെയും കളിക്കാറ്, സങ്കടമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇത് പാടാട്ടോ. അയ്യോ, ഈ വളവിൽ ഇടിക്കുമ്പോ അവന്മാര് കേറുന്നു. അന്നേരം അവന്മാർക്ക് ഭയങ്കര സ്പീഡ്. എന്നെ ഉറക്കുണ്ടോ? ഞാൻ പറഞ്ഞു തീർന്നില്ല, അവന്മാര് കേറി. ഇപ്പൊ ഒരു വളവുണ്ട്. അവന്മാരെല്ലാം അവിടെ ഇടിച്ചിട്ട് ഞാൻ ഈ വളവില നേരത്തെ കയറി ചെന്നാണ് ഇടിച്ചത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നീല വണ്ടി കയറി പോകുന്നല്ല, പിങ്ക് നിർത്തിന്റെ പേര് മറന്നു. പർപ്പിളോ? പർപ്പിൾ വണ്ടി കയറി പോകുന്നു. ഞാൻ സമ്മതിച്ചില്ല. വീണ്ടും അയ്യോ, മഞ്ഞ വണ്ടി. പച്ച വണ്ടിയാണോ മഞ്ഞ വണ്ടിയാണോ? ഇത് ഏത് വണ്ടിയാ? അയ്യോ, വഴി മാറിപ്പോയി ഗൈസ്. ആ വണ്ടി പോയി കയറും. സെക്കൻഡ് പിടിക്കും നമ്മള്. സെക്കൻഡ് പിടിച്ചില്ലെങ്കിൽ പറ്റൂല. ജമ്പിങ് ടു വീണ്ടും ഒരു ജമ്പിങ്. അയ്യോ, ഇത് എവിടെയാ പൂച്ച? അത് ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്ഥാനം തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഫസ്റ്റ് ആണേ. നിങ്ങൾ വലത്തെ സൈഡിൽ നോക്കുമ്പോ കാണാതിരിക്കും 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നൊക്കെ. അങ്ങനെ വീണ്ടും അതും ജയിച്ചിരിക്കുന്നു. ലാസ്റ്റ് വരുന്ന വണ്ടി ഔട്ടില്. ഇനി ഏത് വണ്ടിയാണാവേ? ഞാൻ സെക്കൻഡ് കാണുന്ന വണ്ടി മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഞാനും. നോക്കാം ഗൈസ്, നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന്. അവൻ കേറാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ കേറ്റൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിന്നൊക്കെ തോറ്റ എനിക്ക് വിഷമമാണ് ഗൈസ്. ഇത്ര കളി നമ്മൾ പിടിച്ചിട്ട് അയ്യോ, ആക്സിലേറ്റർ കാലങ്ങൾ എടുക്കുന്ന വണ്ടി അങ്ങ് ചെരിഞ്ഞ് ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നില്ലേ വണ്ടി എടുക്കാൻ പോകുന്ന. ഓക്കെ, നമ്മൾ പറപ്പിക്കും കേട്ടോ ഗൈസ്. ഈ ഗെയിമിന്റെ പേരൊന്നും ചോദിച്ചൊക്കെ എനിക്ക് അറിയത്തില്ല.
എവിടെയാണ്ടോ കണ്ടു, ഞാൻ കയറ്റി. അയ്യോ ഇതേട്ടാ അവൻ വന്നു. അവൻ വന്ന ഇരിക്കൊന്നുമില്ല, ഞാൻ ജയിക്കുള്ളൂ. ഇവിടെ ഒരു വല്ലാത്ത തിരിവുണ്ട് ആ കയറ്റം. ഓ ഇവിടെ വണ്ടി പോയി. ഓ ഇവിടെ വണ്ടി പോയി ഗൈസ്. വണ്ടിക്കാരൻ എന്നെ കയറ്റാണ് ഗൈസ്. അവൻ റോബോട്ട് ഇത്ര കയറ്റും. അത് നമ്മൾ സമ്മതിക്കില്ലല്ലോ ഗൈസ്. നമ്മൾ പുറകെ വെച്ചു പിടിക്കും. അയ്യോ അത്ര. അയ്യോ വഴി തെറ്റിപ്പോയോ? ഇല്ല. വീണ്ടും എഗെയിൻ ചാട്ടം. അയ്യോ വണ്ടി തിരിഞ്ഞു പോയി ഗൈസ്. അപ്പൊ ഇവിടെ ഒരു കയറ്റം കൂടി കഴിഞ്ഞ ആ കയറ്റത്തെ ഫിനിഷ് ചെയ്ത് നമ്മൾ ആ കളി ജയിച്ചു ഗൈസ്. നോക്കാം. അങ്ങനെ നമ്മൾ ജയിക്കാറായി. അവൻ കയറുമോ? യെസ്, അങ്ങനെ ഫസ്റ്റ് നമ്മൾ അടിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ അപ്പൊ കഴിഞ്ഞു, ആ ഗെയിമിങ് കഴിഞ്ഞു. ഞാൻ അടുത്ത ചലഞ്ച് ഇപ്പൊ 5 കളി നമ്മൾ ജയിച്ചു. അതെ 5 കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. വീണ്ടും സ്റ്റാർട്ടിങ് കൊടുക്കാം. വീണ്ടും ആ ഗെയിമിന് കളിച്ചാലോ. പിന്നെ ആക്സിലേറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ക്യാമറ പെറ്റിയടിക്കണം. ഓ ഈ ഗെയിം ഒന്നും കൂടി കളിച്ചേക്കാം. അപ്പം 6 ഗെയിമായി. പിന്നെ ഒരു ഗെയിം കൂടി കളിച്ച ഫിനിഷ്ഡ്. പിന്നെ മറ്റേ പോലീസുകാർ പിടിക്കാൻ പറ്റുന്ന ഗെയിം, അത് ഭയങ്കര ടാസ്ക് ആയി. പോലീസുകാർ പിടിച്ച എന്റെ ആ വണ്ടി വരെ അകത്തായി പോകുന്ന ദിവസം. അന്നേരത്തിനും ഈ വണ്ടി മാറ്റണം ഗൈസ്. വണ്ടി എന്നാ മസ്താങ് അല്ലേ ഗൈസ് ആ പച്ച? നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. മസ്താങ് പച്ചയല്ലേ? അല്ല ആ പച്ച കൊണ്ട് മസ്താങ് അല്ലേ? വലിയ കഷ്ടമായി പോലും. ഇതെന്നാ വെള്ളമായോ? അവനെന്നെ പോക്കാൻ പോകുന്നു. പോക്ക് എന്റെ കരിനാക്കാൻ തോന്നുന്നു. എല്ലായിടത്തും പോയി കേറി. അയ്യോ ഞാനിപ്പോ കേറിയാലേ ഗൈസ്. അപ്പൊ പോക്കായി. ഏത് പോക്കായി? അയ്യോ വണ്ടി കയ്യിൽ നിന്ന് പോയി ഗൈസ്. അമ്മ കുറുക്ക് ചാടുന്നു ഗൈസ്. ആ കുറുക്ക് ഞാൻ കണ്ടില്ല ഗൈസ്. ആ പന്നകള് കുറുക്ക് ചാടി വന്നു ഗൈസ്. ഞാനെടുത്തു. അയ്യോ ആ മസ്തങ്ങനെ വീണ്ടും പള്ളി കയറ്റി ഗൈസ്. അപ്പൊ ആ കുറുക്കാടി വരുന്നു ഗൈസ്. അയ്യോ ഈ വണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാർക്ക് അല്ലേ? ഇപ്പൊ ഞാനിതിന്റെ മൂത്ത് കയറിയതേ. ഓ ഈ വണ്ടി അവിടെ ഇടിച്ചതല്ലേ ഇത്? ഇത്ര പെട്ടെന്ന് ഇതൊരു വളവാ ഗൈസ്. അല്ല ഒരു റൗണ്ടിൽ നിന്ന് നമുക്ക് ഇടത്തേക്ക് എടുത്ത് പോകണം തോന്നുന്നു എന്റെ ഊഹ ശരിയായെങ്കിൽ. ഈ വഴി ഞാൻ ആദ്യമായിട്ടാ വരുന്നത്, അത് തന്നെ ഒരു വേറെ വിഷയം. പക്ഷെ പോലീസുകാർ പിടിക്കുമ്പോ ഫസ്റ്റ് റൗണ്ട് നമ്മൾ വിജയിച്ചിരിക്കുന്നു. സെക്കൻഡ് റൗണ്ടിലേക്കുള്ള മുന്നേറ്റം ആരാണ് തോക്കുന്നത്? അതെ 4ാം സ്ഥാനക്കാരനാണ് തോറ്റത്. അപ്പൊ എന്റെ ഗെയിമിംഗ് പേര് എന്ന് പറയും മാച്ച് എന്നാട്ടോ. മാച്ച്. ഞാൻ എപ്പോഴും മാച്ച് അല്ലേ. മാച്ചിന് എപ്പോഴും പൊട്ടുന്നതല്ലോ, വേറെ ഇഷ്ടമില്ല. കാര്യമില്ല, നമുക്ക് ഗെയിമിംഗ് കാര്യം നോക്കാം. വീണ്ടും പോകുന്നു ഗായ്സ്. നമുക്ക് ജയിക്കും തോന്നുന്നു. നമ്മൾ ഈ പ്രാവശ്യം ഫസ്റ്റ് അടിക്കും തോന്നുന്നു. കണ്ടിട്ട് ഇവിടെ കണ്ടല്ലായിരുന്നു നമ്മൊരു കുറുക്കടി വന്നത്. ആ കുറുക്കടി ഞാനും പോവാം. അയ്യോ വണ്ടി ഭയങ്കര സീനാട്ടോ. ഇതിലും എങ്ങനെ എടുത്തു ഈ ചെറിയ വഴി കൂടെ എനിക്ക് തന്നെ പാടാവുന്നു. ഒബ്ജിൽ കളിയൊക്കെ ഞാനെങ്കിൽ ഇപ്പൊ എത്ര വീടിന്റെ ഗേറ്റ് അടിച്ച് കുടിക്കുന്ന അറിയാവോ? എനിക്ക് അറിയത്തില്ലാത്തോണ്ടാ ഞാൻ വണ്ടി ഓടിക്കുന്ന കാണണം. ഇപ്പൊ നമ്മള് വീണ്ടും പോവാണ്. അയ്യോ ഒറ്റ പുറകെ വെച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. ആ വെച്ചു പിടിക്കുന്നതിന് എവിടെയും കേറ്റൂല ഇങ്ങനെയെങ്കിൽ. വീണ്ടും റൗണ്ടിന്റെ അവിടെ എത്തി. എന്റെ ശരിയാക്കി ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇടത്തേക്ക് എടുത്തോണ്ട് പോണം. എന്റെ പുറകെ വന്നാൽ എന്റെ വണ്ടിയുടെ സ്പീഡ് കിട്ടാൻ പറ്റിയില്ലേ? എനിക്ക് പിടിക്കാനായിട്ട് പറപ്പിച്ചു കളഞ്ഞ്. അയ്യോ എനിക്ക് തന്നെ കണ്ണുകളാവേ. ഒരു രക്ഷയില്ല കേട്ടോ, വണ്ടിക്ക് ഭയങ്കര സ്പീഡാ. വീണ്ടും ജയിക്കാറായെന്ന് തോന്നുന്നു. അതെ നമ്മൾ വീണ്ടും. അയ്യോ ജയിച്ചു. നമ്മൾ ജയിച്ചിട്ട് വാ, കപ്പ് തൂക്കിയിട്ട് വാ. നമ്മൾ കപ്പ് തൂക്കിയിട്ടേ പോവുള്ളൂ ഗൈസ്. വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വണ്ടി പറന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ല. അയ്യോ ഈ വണ്ടിക്ക് വളവിൽ ഒരു ആക്സിഡന്റ് നമ്മൾ നെറ്റി പിടിച്ചാൽ പോലും വണ്ടി കിടന്ന് മഴ ഒന്നാ പെയ്യുന്നുണ്ട്. അപ്പൊ തെന്നി കളിക്കും ഉറപ്പാ. ഇനി ഞാൻ മവിയ കൂട്ടിയുള്ളവരും വേറെ അരസന്മാരെല്ലാം തോറ്റി തുന്നപ്പാടി തൂപ്പിയിട്ടാച്ച്. അപ്പൊ ഗൈസ് വീണ്ടും നമ്മള് കളി സ്റ്റാർട്ട് ചെയ്യോ. എനിക്ക് മഴത്തുള്ളി കാരണം കാണത്തില്ല ഗൈസ്. നിങ്ങക്ക് കാണാമോ? അയ്യോ ട്രക്ക്. വെള്ള ട്രക്കിനൊക്കെ വേറെ വഴി കിട്ടിയില്ല. ഇതിലൊക്കെ പോയാൻ പറ്റുമോ?
ആ ബൊമ്പ ജാലതി ഓ വളവ് ഗൈസ് മറ്റേ റൗണ്ടിന്റെ അവിടെ എത്തി ഗൈസ് നമ്മള് റൗണ്ടിന്റെ അവിടെ എത്തിയേ അയ്യോ ഈ വണ്ടിക്കാരനൊക്കെ ഒരു ഹോണെങ്കിൽ അടിക്കായിരുന്നു അത് നമ്മുടെ വണ്ടി ഹോണില്ല വേറെ ആരും അവള് തീർന്നില്ല ഭൂമ ജാലതി ഭൂമ ഭൂമ അയ്യോ വണ്ടിയുടെ കൺട്രോൾ പോയി ഗൈസ് എന്റെ പുറകെ വന്നാൽ എവിടെയാ നിങ്ങൾ മാപ്പി നോക്കുക ഇടത് സൈഡിൽ താഴെ കാണാം ഒരു രക്ഷയില്ല ഭയങ്കര മുകളിലേ വന്നത് ഞാൻ ഇങ്ങനെയെങ്കിൽ അയ്യോ വഴി പക്ഷെ ഇങ്ങനെയെങ്കിൽ ഞാൻ മറ്റേ ഗെയിമിങ്ങിൽ കയറി കാർ റേസ് ആ കപ്പ് വീണ്ടും തൂക്കിട്ടാ വണ്ടിയുടെ ജില്ലൊക്കെ പൊട്ടി വേറെ വിഷയമൊന്നുമില്ല ഗൈസ് ഗൈസ് അപ്പം നമുക്ക് വീണ്ടും അമ്മ തോറ്റ് തിന്നാൻ പാടി ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം 7-6 ഗെയിം ഇനി ഒരു ഗെയിം കൂടി ഇത് കളിച്ച കളി ഫിനിഷ്ഡ് ഇതിലേത് കളിക്കും ഇനി ഈ മാപ്പ് നോക്കട്ടെ ഒരു സെക്കൻഡ് കേസ് ഭയങ്കര എളുപ്പമുള്ള മാപ്പാണെങ്കിൽ നമുക്ക് ഈ മാപ്പ് ഒഴിക്കാം പക്ഷെ ഇതിൽ ഒരു മാപ്പ് മാത്രം ഭയങ്കര ടാസ്ക് ഇത് വിളിച്ചാലോ ഭയങ്കര മതി നമുക്ക് ഒരു പെറ്റി അടിക്കട്ടെ നമ്മുടെ വണ്ടിക്ക് വെറ്റിയില്ലായിരുന്നു തന്നെ പ്രശ്നമാണ് ഒരു വെറ്റി അടിക്കാൻ നമുക്ക് ഓ ഇത് മറ്റേ ഗെയിം ഐസ് ഇത് വെറ്റിയടിച്ച് കളിക്കും നമ്മൾ സെക്കൻഡ് ആട്ടോ ആ മാച്ച് ഈ ഗെയിം ഞാൻ തൂക്കാച്ച് ഇതൊക്കെ നമുക്ക് സിമ്പിൾ ഗെയിം ഐസ് ഈ ഗെയിം കൂടി നമ്മൾ കപ്പ് തൂക്കിയാച്ച് നമ്മള് ഒരു ഗെയിം ഇതില് ഫസ്റ്റ് അടിക്കുകയും ചെയ്യണം എന്നാ പെറ്റി കിട്ടുകയും ചെയ്യണം എത്ര ക്യാമറകളുണ്ട് അതൊക്കെ നമുക്ക് വിഷയമില്ലാത്ത എഴുതുക നമ്മൾ പെറ്റി അടിക്കാൻ മിടുക്കന്മാരില്ലേ ഓക്കെ കപ്പ് തൂക്കിക്കിട്ടാ അപ്പൊ 100 എത്രയാ കൊണ്ട് സംതിങ് നമ്മൾ കേറി ഫസ്റ്റ് പെറ്റി അടിച്ചു ഇപ്പൊ നമ്മളാട്ടോ ഫസ്റ്റ് നിൽക്കുന്നത് നിങ്ങളെ ഇടത് സൈഡിൽ സ്കോർ കാണാതിരിക്കും അതാണ് ഈ കളിയിൽ നോക്കേണ്ടത് അല്ല ഫസ്റ്റ് സ്ഥാനം നോക്കുന്നില്ല അതും കൂടി നോക്കാണ് ഇതിൽ ഫസ്റ്റ് സ്ഥാനം നോക്കുന്ന ഏറ്റവും അവസാനാണ് നമ്മളോട് ക്യാമറ ഉണ്ട് ഓക്കെ അടിച്ചു ആ പെറ്റി അടിച്ചു ജമ്പ് ചോദിക്കുക ഇടയ്ക്ക് തമിഴായി പോകുന്നുണ്ടല്ലേ ഇതിന്റെ പോക്ക പോകുന്നുണ്ട് വല്ലപ്പോഴാം എനിക്ക് വഴി അറിയത്തില്ല ഈ ദേശത്ത് ഓ വീണ്ടും പറ്റി അതിലങ്ങ് തോറ്റുപോയി ഗൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോയേക്കാൻ ഞാനാട്ടോ നീ ഇപ്പൊ അങ്ങനെ പോകണ്ട അല്ല ഞാൻ പോയിട്ട് നീ പോയാൽ മതി ഇവിടെ ഒരു വിറ്റുണ്ട് ക്യാമറ ഉണ്ട് ഓ അതും പോയി അത് പോയി ഗൈസ് സെക്കൻഡ് അടിക്കേണ്ട വന്നു അടുത്ത കളി നമ്മൾ പിടിച്ചിട്ട് ആ മറ്റേ പന്ന വണ്ടിക്കാരനെ എനിക്ക് കൈ കിട്ടി ഞാൻ ഒന്നതിനെ കുഴിച്ചു മോളൂ അത്രയും വലിപ്പമുണ്ട് എനിക്ക് ഇവന്മാരൊക്കെ വഴി കൊണ്ടാ അതിൽ നമ്മൾ ഫസ്റ്റ് അടിച്ചാച്ച് നിങ്ങൾ കപ്പ് തൂക്കുവോ ഇമാരി വളവിലേക്ക് ക്യാമറ ഉണ്ടാക്കി അത് വേണമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നേരെയുള്ള വഴി കൊണ്ട് ക്യാമറ വെക്കണം കേട്ടോ ആ ക്യാമറ വെച്ചൊരു സ്ഥലം നോക്കിക്കോ പന്നകൾക്ക് സ്പീഡ് കയറും തോന്നുന്നു കണ്ടിട്ട് ഓക്കെ നമ്മള് വീണ്ടും നമ്മൾ എല്ലാത്തിലും ഫസ്റ്റാണല്ലോ ഗൈസ് ഇതാന്ന് തോന്നുന്നു ഫിനിഷിലായി ഇവിടെ പന്നയാള് വണ്ടിയായിട്ട് പോന്നു ഓ ഗൈസ് ഒരു സ്വല്പത്തിന്റെ വ്യത്യാസം അവൻ 75 അടിച്ചു ഞാൻ 690 ഗൈസ് നമുക്ക് പിഴവ് പറ്റി ഗൈസ് എവിടെയോ ചെയ്യാൻ ഒന്നും കൂടി കളിച്ചിട്ട് നമ്മൾ കപ്പ് ഊക്കിയിട്ടേ പോവുള്ളൂ ഈ വഴി നോക്കിക്കേ അവിടെ വളഞ്ഞു അല്ലെങ്കിൽ വഴിയല്ലോ ഞങ്ങൾ ചിലവ് എന്നാന്ന് ചോദിച്ചേക്ക് നീ മാതിരി വഴി വേറെ ക്യാമറയൊന്നും ഇല്ല ഈ ക്യാമറ ഞാൻ അടിച്ചു ഓ ഗീസ് ഇവിടെ വേറൊരു ഗെയിം ഇറങ്ങുന്നുണ്ട് അത് നമുക്ക് പോവാം ഇതെല്ലാം നമ്മൾ പുല്ലാടി ചില്ലാടി ഗൈസ് ഓഫ് മാറ്റി ഓ ഇതിന്റെ ഓ ഗൈസ് അപ്പൊ നമ്മൾ ഇത് നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോറി നമ്മൾ തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല പറഞ്ഞ് ജയിച്ചു കൊടുക്കണം അതാണ് നമ്മൾ ഇതിലൊറ്റ കളി വേണം തോന്നുന്നു നിങ്ങൾ ആ ശതമാനം കണ്ടോ ഗൈസ് ആ ശതമാനം അവിടെ 100 ഇങ്ങനെ അത് കൂടിക്കൂടി വരും അത് 100 ആകുമ്പത്തേനും നമുക്ക് 100 അയ്യോ
നടക്കില്ല പോണം. ഓ ഗൈസ് അവന്മാരെല്ലാം കയറി പോയി ഗൈസ്. ഇപ്പൊ 10 ആയതോളൂ. ഇപ്പൊ അവന്മാര് 20 അടിച്ചു കാണും. അത് വേറെ ആയിരിക്കും. എന്റെ മാത്രം നോക്കരുത്. ഇപ്പൊ അവന്മാര് 100 അടിച്ചു കാണും. മിക്കവാറും പറയാൻ പറ്റില്ല. ഒരു 30 കഴിഞ്ഞ് വലിയ കൂടുള്ളൂ. അത് വേറെ ആരും. അന്നേരം കരിപ്പ് വരുന്ന കരിപ്പേ മടുക്കും ഗൈസ്. ഈ റേസ് ചെയ്യുമ്പോഴേ മടുക്കും ഞാൻ. പക്ഷെ ചൂടത്തിങ്ങനെ ഇരിക്കൂലേ ഇതിന്റെ അകത്ത്. ഓ ഗൈസ് ഇരുട്ടായോ ഇതിന് ഗൈസ്. അപ്പൊ നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓ ഇവന്റെ ഫ്രണ്ടിൽ കേറണം എനിക്ക്. അത്രേ ഉള്ളൂ. ഏത് മൈൻഡ്. ഓ അവന്റെ ഫ്രണ്ടിൽ കയറി. ഈ നീലയുടെ ഫ്രണ്ടിൽ കയറി. ബ്ലാക്കിന്റെ ഫ്രണ്ടിൽ കയറണം. നീലയുടെ ഫ്രണ്ടിൽ കയറി. അത്രേ ഉള്ളൂ കേസ് കേട്ട്. ബ്ലാക്കിന്റെ ഫ്രണ്ടിൽ കയറുവോ നോക്കാം. അത്രേ ഉള്ളൂ കേസ് കേട്ട്. അമ്മാരൊക്കെ മാറിയെന്ന് നിക്കാൻ പറ അങ്ങോട്ടല്ലേ. നമ്മളെ ഫസ്റ്റ് അടിക്കുള്ളൂ ഈ കളിയിലൊക്കെ. ക്യാമറ അത് സ്പീഡ് നോക്കും. അയ്യോ ഇവിടുന്ന് ഇതേത് പള്ളക്കാട്ടിന്ന് പന്നി വഴി കൊണ്ടാണ് നാട്ടുകൊണ്ട് നിർത്തിയേക്കുന്നത് അവൻ. കേറി പോന്നു എന്റെ മുന്നിൽ കൂടെ ഞാൻ ഓർത്തേക്ക് എന്നെ കയറ്റുന്നു ഓടാന്ന്. ഇവിടെ ഹൈവേ കേട്ടോ. കുറച്ച് വളവുള്ളൂ. ഇത് കൂട്ട് വളവുകളാ. പിന്നെ വിഷയമില്ലാത്ത ദിവസം ഹൈവേയിലാണെങ്കിൽ നമ്മൾ ഒരു പൊളിക്കും. നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റോങ് സൈഡ് കയറാം. അവൻ എന്നെ ആ വണ്ടിയുടെ മുന്നിലിട്ട് തോപ്പിക്കാൻ നോക്കുന്നു ഗൈസ്. അത് നടക്കുന്ന പരിപാടിയാണോ? കൂളില്ലേ ഇവിടുത്തെ റഫറിയൊക്കെ അവിടെ പോയി. 60 കിലോമീറ്റർ സ്പീഡാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എത്ര കിലോമീറ്റർ സ്പീഡാ പോകുന്നത്? 140, 147 അങ്ങനെ പല സ്പീഡിലുകളാണ് ഞാൻ പോകുന്നത് ഗൈസ്. തേണ്ട ഇവന്റെ കേറ്റം നോക്കിക്കേ. നീ ഒരിടത്തേക്ക് പോവില്ല. നീ പണി പാളി. ഇപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയി. പാലം ഞാൻ കണ്ടില്ല. ഇപ്പൊ നോക്കാം ഗൈസ്. ഇപ്പം കണ്ടോ പെട്ടെന്ന് അടിച്ചല്ലേ. ഈ കളി തോറ്റി ഗൈസ്. നമുക്ക് നോക്കാം. ഹൈവേ ആയതുകൊണ്ട് പിടിക്കാൻ പറ്റും തോന്നുന്നു. ഈ പാലം കണ്ടു ഞാൻ. അതുകൊണ്ട് പോവാണ്. പറപ്പിച്ചോ പാപ്പ. ഏത് വഴി ഭൂമ ജാന ഭൂമ ആ ഫസ്റ്റ് പോകുന്ന എന്റെ പോക്ക പോകുന്നു ഗൈസ്. എനിക്ക് ഈ കളി ഫസ്റ്റ് പോയി കൊടുക്കാം. തോറ്റെന്തായാലും അത് ഉറപ്പിച്ച കാര്യം. എന്തായാലും തോറ്റു. എന്നാലും നമുക്ക് പോക്കാൻ എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ഞാൻ ഏറ്റവും അവസാനം അതിനൊരു അവള് വീണ്ടും സ്റ്റഡി ചെയ്ത് എനിക്ക് ആ കിട്ടി. ആ പാലം എനിക്ക് വളഞ്ഞു കിട്ടിയില്ല. സ്റ്റീറിഞ്ഞൊന്നും വളഞ്ഞു വന്നില്ല. പന്ന സ്റ്റീറിഞ്ഞ് അല്ലാത്ത സമയത്തും സ്റ്റീറിഞ്ഞ് വളഞ്ഞേ വരുള്ളൂ. കണ്ടോ ഇവിടൊക്കെ എന്നെ വളവ് വളഞ്ഞ. ഇതിലിപ്പോ ഇപ്പൊ വണ്ടികളൊക്കെ മാറാൻ തുടങ്ങി. ഈ വണ്ടി അല്ലായിരുന്നല്ലോ. വീണ്ടും പോവാണേ. പോവാണ് ഗായ്സ്. നമ്മള് ജയിക്കുവോ? വളഞ്ഞു വീണ്ടും വളരാം. ഈ സ്റ്റീറിങ് ചില സമയത്ത് ചതിക്കുന്നുണ്ട് ഗൈസ്. സ്റ്റീറിങ് അപ്ഗ്രേഡ് ചെയ്യാറായി. ഒരെണ്ണം മേടിക്കണം. വീണ്ടും മഴ. തെന്നി കളിക്കും. ഹൈവേയിലായ ഒരു പ്രശ്നവും ഇല്ല. ആ വളമൊക്കെ സുന്ദരമായി പോയി വല്ല ഇന്ത്യ മണ്ടേ കയറും. നമുക്ക് ഭൂമ ചാല നിന്ന് പറഞ്ഞു പോവാം. ഹൈവേ കേറി തോന്നുന്നു ഗൈസ്. ഹൈവേയിൽ അങ്ങനെ കേറിയില്ല. സ്റ്റീറിങ് വളഞ്ഞിട്ടില്ല. സ്റ്റീറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യോട്ടോ. അല്ല ഞാനല്ല കമന്റ് ചെയ്യാൻ. സോറി. ഭൂമജാതി ഹൈവേ കേറിയ ഇവരൊന്നും എന്നെ തൊട്ടാനൊന്നും കിട്ടില്ല. പാലമായാലും പിന്നെ പ്രശ്നമുള്ളൂ. ഹൈവേയിൽ അങ്ങനെ കേറി കിട്ടി. ഇമാര് തൊട്ടു എന്റെ തൊട്ട് അടുത്ത് അയലത്ത് പോലും വരില്ല. അതുപോലെ സ്പീഡ് ഞാൻ ഇപ്പോ. എനിക്ക് കണ്ണു കാണാമായിരിക്കും. ഭയങ്കര സ്പീഡ്. ഇതുപോലെയാണ് നമ്മള് ശരിക്കും വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങനെ ഇത്ര സ്പീഡിലൊന്നും പോകാൻ പാടില്ല. വേറെ ആയാലും കേരള പോലീസിന് പൈസ കിട്ടുന്നുണ്ടായി. പേറ്റിയുടെ ആവശ്യമായിരിക്കും. എവിടേക്കാവുമ്പോൾ ക്യാമറ ഉണ്ടോ വെച്ചേക്കുന്നത് അറിയത്തില്ല. ഇങ്ങനെ ഒരു വണ്ടി പോകുന്നുണ്ട്. എല്ലാ ഉമ്മാരോടും പറഞ്ഞു കൊടുത്തിട്ട് അവന്മാരൊരു 1 കോടി രൂപ എല്ലാം അടിച്ചു തരും. അത് ഇത് അമേരിക്കയിലാണ് നീ റേസ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ വളവായിരുന്നു എനിക്ക് നേരത്തെ പോയത്. ആ വളവ് ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ പാലത്തിൽ ഞാൻ പിടിച്ചെടുത്തു ഗൈസ്. ഞാൻ വിചാരിച്ചു വീണ്ടും പോയി കേറിയിരുന്ന. അവിടെ ഞാൻ കേറിക്കാൻ സമ്മതിച്ചില്ല. വീണ്ടും വിജയത്തിന്റെ കാൽവഴം. ഇവിടെയും പോയി കേറിയായിരുന്നു ഒരിടയ്ക്ക്.
കണ്ടോ ഇമാര് തൊട്ടില്ലല്ലോ എന്നെ തൊടാൻ കഴിവില്ലാത്തമാരെ മർക്ക് കഴിവില്ല. ഓ ഗൈസ് എന്റെ വണ്ടി ഇടിച്ചു. ഇല്ലേ അയ്യേ ഇടിച്ചില്ലേ പറ്റിച്ചേ. അയ്യോ ഇവിടെ ഒന്ന് പോയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇടിച്ചിട്ടാണ് ഞാൻ ഇവിടെ സ്കിപ്പ് അടിച്ചത്. ഈ സ്ഥലം ഓർമ്മ വെച്ചോ. ഓ അങ്ങനെ വേറെ ഫിനിഷ് പോയിന്റ് കണ്ടോ എന്ത് സ്പീഡിൽ പോവാം. അടുത്ത ഫസ്റ്റ് നമ്മൾ അടിച്ചിരിക്കുന്നു. സൂപ്പർ വണ്ടി പോകുന്ന പോക്കേ. കേട്ടില് സൈഡ് നിൽക്കാട്ടോ. ഇതിന് മാപ്പ് നോക്കുന്നു. ഈ സ്ഥലം ഓർമ്മിപ്പിച്ചു വെക്കാം. ഓക്കെ ഇപ്പം നമുക്ക് എസ്കേപ്പ് അടിക്കാം. വണ്ടി എടുക്കാം. അങ്ങനെ നമ്മൾ അതിൽ 7 ഫിനിഷ് ചെയ്തു. ഇനി അടുത്തതാണ് പോലീസിന്റെ കളി. പോലീസിന്റെ വരയാട്ടം ഡിങ്ക ഡിങ്ക. ഇതിൽ ഏതൊക്കെയുണ്ട്? പെറ്റികളുണ്ട്. 4 കംപ്ലീറ്റ് ചെയ്താൽ മതി. എനിക്ക് ക്യാമറ 4 കംപ്ലീറ്റ് ചെയ്യാം ഫസ്റ്റ്. ഇത് എത്ര സ്പീഡിൽ പോയാലേ കിട്ടുമോ എന്തായാലും നോക്കട്ടെ. 111 പവർ അവറിൽ പോയാല ഫസ്റ്റ് പെറ്റി നമുക്ക് കിട്ടണ്ട. അതിന്റെ നേരം നമുക്കൊരു വളവിലില്ലാത്തൊരു പോലീസ് അല്ല ക്യാമറയല്ല വേണ്ടത്. ക്യാമറ കണ്ടിട്ടുണ്ട് കുറെ. ഇതില് നമ്മളിപ്പോ നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടോ? ഹൈവേ വല്ലതും ഉണ്ടോ? ഹൈവേയിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഗൈസ്. ഇതൊരു വളവിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതൊരു ക്യാമറ. ഈ ക്യാമറ ഫിഷില്ലേ അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പൊ ആരാമാർക്ക് കാണിച്ച രീതി പോവാം. പക്ഷെ ഇപ്പൊ പെറ്റിട്ടു ചാൻസ്. ആ ഇതിന്റെ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇതിന്റെ അകത്തോടൊപ്പം പോയി ഫുട്ബോൾ സ്റ്റേഡിയം ഗൈസ്. ഇതിന് റേസോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. റേസ് നടത്തുന്നു. ആ ഇപ്പൊ കേറിയെന്ന് ഞാൻ വിചാരിച്ചേനെ. നമുക്ക് റേസിനൊന്നും പോവാ. ബൂമ ജാനാ ബൂമ ബൂമ എന്ന് പറഞ്ഞു പോവാ. 11 കയറിയാലാ അമ്മാര് വെറ്റിയും തരുവുള്ളൂ. തന്നെ പരിപാടിയായത്. ഈ വളവിൽ ഇത് കൊണ്ടാൻ വെച്ചേക്കുന്ന കഴിച്ചു. പിടിച്ചില്ലേ? ഇത് പോലീസ് കൊണ്ട് വരും. പിടിച്ച് കേസ്. ബാക്കിൽ നിന്ന് വന്നു ഫ്രണ്ടിൽ നിന്ന് വന്നു. ഓക്കെ ഇനി വേറെ ഗെയിമിലേക്ക് ആയി കേസ്. സൂപ്പർ. ഗൈസ് ഒരു രക്ഷയില്ല. പോലീസുകാർ പിടിക്കാൻ വരുന്നു. പോലീസിനെ വട്ടം കളിപ്പിച്ചു. പോലീസിനെ വട്ടം കളിപ്പിച്ച ഞാൻ. പണി പാളി.
പണി പാളി ഗായ്സ്. ഞാൻ മിണ്ടായിരിക്കുന്ന എനിക്ക് പേടിച്ചിട്ടോ. അല്ല പിന്നെ പോലീസുകാർ ഇത് ചാടാറായിട്ടില്ല. നമ്മളെടുത്താണ് കളി. ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അതൊന്നും പ്രശ്നമില്ല. ആ ഈ എന്റെ അടുത്താണ് കളി. അവിടെ മാർക്ക് ഇതിലെ ഗൈസ് വരുന്നിട്ട് അറിയത്തില്ല. ഭൂമജാലതിങ് ഭൂമ ഭൂമ ഭൂമായി ഭൂമജാലതിങ് ഭൂമ ഭൂമ ഭൂമായി. ഈ വണ്ടിയുടെ അടി കയറാൻ പറ്റുമോ കാടെ? ഓ ഗായ്സ് പണി പാളയാൻ. ഇപ്പൊ വണ്ടി കയ്യിന്ന് പോയനെ. എതിരൊക്കെയോ പിടിച്ച് സ്വിച്ച് നോക്കി. ഓ അടുത്തു. ഗായ്സ് അപ്പൊ ഇന്നത്തെ ഇവിടെ നിർത്തിയാലോ? അടുത്തു. ഒരു രക്ഷയില്ലായിരുന്നു. നിങ്ങൾ കളിക്കണോ ഗൈസ്? കമന്റ് ചെയ്യുക. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നിർത്താല്ലേ? നിർത്തുവാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം നാളെ കാണാം. ബൈ 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 കേട്ടോ. നാളെ കാണാം കേട്ടോ ഗൈസ്.